Chest X-ray. Chest X-ray നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഒരു ഹോസ്പിറ്റൽ റൂട്ടീൻ എന്ന് പറയുന്ന പോളിസി പ്രകാരം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന എല്ലാ പേഷ്യൻസും ഒരു പ്ലെയിൻ ചെസ്റ്റ് എക്സ്റേ എടുത്തിരിക്കണം എന്നാണ്. സോ ചെസ്റ്റ് എക്സ്റേയിൽ എന്താ ചെയ്യുന്നത്, നമ്മൾ ലങ്സിൽ എന്തൊക്കെ അബ്നോർമാലിറ്റി ഉണ്ടെന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന പോലെ നമ്മളെടുത്ത് വിഷ്വലൈസ് ചെയ്യണം അല്ലേ. നോർമൽ ലങ്സ് എന്ന് പറയുന്നത് റേഡിയോ ലൂസിൻ്റെ ആണ്, എന്ന് പറഞ്ഞാൽ റേസ് കടത്തി വിടുന്നതാണ്. Density is produced by tumor, fluid, foreign bodies and other pathological conditions can be detected by X-ray even in the absence of symptoms. അപ്പോൾ എക്സ്റേയിൽ എന്താ ചെയ്യുന്നത്, നമ്മളൊരു റേസ് കടത്തി വിടുന്നു. നോർമൽ ലങ് ടിഷ്യൂ എന്ന് പറയുന്നത് ഈ റേസ് നല്ല രീതിയിൽ കടത്തി വിടും. പക്ഷേ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ള, ഇപ്പോൾ ട്യൂമർ ഉണ്ട്, ഫ്ലൂയിഡ്സ് ഉണ്ട്, എന്തെങ്കിലും ഫോറിൻ ബോഡി ഉണ്ട്, വേറെ എന്തെങ്കിലും പാത്തോളജിക്കൽ കണ്ടീഷൻ ഇപ്പോൾ ന്യൂമോണിയ, TB എന്നൊക്കെ വരുമ്പോൾ നോർമൽ ലങ് ഡെൻസിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡെൻസിറ്റിയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ആ ചേഞ്ച് ഇൻ ഡെൻസിറ്റി അത് നമുക്ക് ഈ എടുക്കുന്ന എക്സ്റേ ഫിലിമിൽ കാണാൻ സാധിക്കും. രണ്ട് തരത്തിലുള്ള എക്സ്റേ ആണുള്ളത്. റൂട്ടീൻ 2 വ്യൂസ് ആണ്, പോസ്ട്രോ ആൻറ്റീരിയർ പ്രൊജക്ഷൻ ആൻഡ് ലാറ്ററൽ പ്രൊജക്ഷൻ. PA എക്സ്റേ, ചെസ്റ്റ് എക്സ്റേ PA എന്ന് പറഞ്ഞ് എഴുതും ഡോക്ടേഴ്സ്. അതാണ് പോസ്ട്രോ ആൻറ്റീരിയർ. പോസ്ട്രോ ആൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഫിലിം വെച്ചിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ റേസ് കടത്തി വിടുന്നു. അതാണ് പോസ്ട്രോ ആൻറ്റീരിയർ. ആൻഡ്രോ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫിലിം വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് റേസ് കടത്തി വിടും. അതാണ് ആൻഡ്രോ പോസ്റ്റീരിയർ. പിന്നെ ലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സൈഡ് വ്യൂ എന്നാണ് നമ്മൾ റേസ് കടത്തി വിടുന്നത്. പേഷ്യൻ്റെ സൈഡിലായിരിക്കും ഫിലിം വെച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത് PA ആണ്, അതുപോലെ തന്നെ ലാറ്ററൽ ആണ്. AP അങ്ങനെ എടുക്കുന്നില്ല. X-ray is usually taken after full inspiration because lungs best visualized when they are well aerated. X-ray എടുക്കുമ്പോൾ നമ്മൾ പേഷ്യനോട് എന്താ പറയുക, ഒരു മിനിറ്റ് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലിച്ചു പിടിക്കാൻ പറയും, ശ്വാസം ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറയും. ഇതിന് വേണ്ടിയിട്ടാണ് വെൽ എയറേറ്റഡ് ആകുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് പിക്ചർ കിട്ടുന്നത് ലങ്സിൻ്റെ. അതിന് വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, pregnant womenൽ X-rays are contraindicated. Now role of nurse. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരു പേഷ്യൻറ്റിനെ നമ്മൾ എക്സ്റേക്ക് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: റിമൂവ് ചെയിൻസ്, റിലീജിയസ് സബ്സ്റ്റൻസസ്, ഇയറിങ്സ്. പേഷ്യൻ്റെ കഴുത്തിൽ മാല ഓർണമെന്റ്സ് ഉണ്ടെങ്കിൽ അത് പറയണം. കൊണ്ടം മുതലായ ആലിസ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. ലോങ് ഇയറിങ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിരിക്കണം. ചേഞ്ച് ചെയ്ത പേഷ്യൻ്റ് ഹോസ്പിറ്റൽ ഡ്രസ്, പേഷ്യൻറ്റിന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറി ഹോസ്പിറ്റൽ ഡ്രസ്സ് വെയർ ചെയ്യാൻ പറയണം. എക്സ്പ്ലെയിൻ ദ പേഷ്യൻറ്റ് ടു റിമൂവ് ബ്രാസ്, സേഫ്റ്റി പിൻസ്. പേഷ്യൻറ്റിനോട് നമ്മൾ ഡ്രസ്സ് മാറാൻ പറയുമ്പോൾ പ്രത്യേകം പറയണം അപ്പർ ഇന്നർ വെയർ റിമൂവ് ചെയ്യാൻ, അതല്ലെങ്കിൽ അതിൻ്റെ ഹുക്കായിരിക്കും എക്സ്റേയിൽ തെളിഞ്ഞ് കാണുന്നത്. അതുപോലെ ഡ്രസ്സിൽ എവിടെയെങ്കിലും സേഫ്റ്റി പിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിരിക്കണം. ഫീമെയിൽ പേഷ്യൻറ്റ്, പോസിബിലിറ്റി ഓഫ് പ്രഗ്നൻസി. ഒരു ഫീമെയിൽ പേഷ്യൻ്റാണ് എക്സ്റേക്ക് വിടുന്നതെങ്കിൽ, അത് അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവരുടെ ലാസ്റ്റ് പീരിയഡ്സ് എന്നായിരുന്നു എന്ന് നമ്മൾ അസസ് ചെയ്യണം. അവർ പ്രഗ്നൻ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിഞ്ഞിരിക്കണം. Ask patient to take deep breath and hold for few seconds while exposing. Exposing എന്ന് പറയുന്നത് നമ്മൾ എക്സ്റേക്ക് എക്സ്പോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്പോസിങ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ICUലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എക്സ്റേ ടെക്നീഷ്യൻ വന്നിട്ട് എല്ലാം സെറ്റ് ആയിരിക്കുമ്പോൾ എക്സ്പോസിങ് എന്ന് പറയണ കേൾക്കാം. എന്ന് പറഞ്ഞാൽ റേസ് പുറത്തേക്ക് വിടാൻ പോവാണ്, നമ്മളപ്പോൾ പോയി എവിടെയെങ്കിലും റേസ് കൊള്ളാത്ത രീതിയിൽ ഹൈഡ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Nurse has to be out of the X-ray room while taking X-ray to avoid exposure to rays. എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേയുടെ റൂമിൽ നിൽക്കാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മളൊരു ലെഡ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലായിരിക്കണം, അല്ലെങ്കിൽ ആ റൂമിന് പുറത്തായിരിക്കണം. അടുത്തതാണ് വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ. Purpose: it is used to assess normal lung functioning, pulmonary vascular supply and gas exchange. Here also pregnancy is a contraindication. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ? ഈ VQ എന്ന് പറയുന്നത്, V എന്ന് പറയുന്നത് വെന്റിലേഷനും P എന്ന് പറയുന്നത് പെർഫ്യൂഷനുമാണ്. അപ്പോൾ വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ എന്ന് പറയുന്നത് വെന്റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു, പെർഫ്യൂഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നു. എന്താണ് വെന്റിലേഷൻ? മൂവ്മെന്റ് ഓഫ് എയർ ലങ്സിലോട്ട് വരുന്നതും ലങ്സിൽ നിന്ന് എയർ പുറത്തേക്ക് പോകുന്നതാണ് വെന്റിലേഷൻ. പെർഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ബ്ലഡ് സപ്ലൈ ത്രൂ ദ ലങ്സ് ആണ് അല്ലേ. ഇത് രണ്ടും അസസ് ചെയ്യുന്നതാണ് വെന്റിലേഷൻ പെർഫ്യൂഷൻ സ്കാൻ. So a VQ lung scan is performed by injecting a radioactive agent into a peripheral vein and then obtaining a scan of the chest to detect radiation. അപ്പോൾ VQ scan എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ സ്റ്റഡി ഓഫ് ലങ് ആണ്.
ഈ ന്യൂക്ലിയർ സ്റ്റഡിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഇടുന്നത്. റേഡിയോ ആക്റ്റീവ് ഏജന്റ് പേഷ്യന്റിന്റെ ബോഡിയിലോട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നു, എന്നിട്ട് റേഡിയേഷൻ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുന്നു. Isotope particles pass through the right side of the heart and are distributed into the lungs in proportion to regional blood flow, making it possible to trace and measure blood perfusion through the lungs. അപ്പോൾ നമ്മൾ ഒരു ഹാൻഡിൽ ഒരു കാനുല ഇട്ടിട്ട് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇഞ്ചക്ട് ചെയ്യുന്നു, അത് ഹാർട്ടിലോട്ട് പോകുന്നു, ഹാർട്ടിൽ നിന്ന് ലങ്സിലോട്ട് പോകുന്നു അല്ലേ. ഈ മൂവ്മെന്റിൽ ലങ്സിലേക്ക് അത് എത്തുന്നുണ്ടോ, എത്രത്തോളം എത്തുന്നു, അതൊക്കെ നമ്മൾ ട്രേസ് ചെയ്യുവാണ്, മെഷർ ചെയ്യുവാണ്. അത് എത്തുന്നുണ്ടെങ്കിൽ പെർഫ്യൂഷൻ ഈസ് ഗുഡ് എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. Procedure is usually used clinically to measure the integrity of pulmonary vessels relative to blood flow and to evaluate pulmonary blood flow abnormalities as seen in pulmonary emboli. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പൾമനറി ബ്ലഡ് വെസൽസിന്റെ ബ്ലഡ് ഫ്ലോ, അത് എത്രത്തോളം ഇന്റഗ്രിറ്റി ഉണ്ട്, അത് എത്രത്തോളം ഓക്കെ ആണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ബ്ലഡ് ഫ്ലോന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ. എപ്പോഴാണ് ബ്ലഡ് ഫ്ലോന് അബ്നോർമാലിറ്റീസ് വരാം, ഒരു പൾമനറി എംബോളി വരുമ്പോൾ, അല്ലെങ്കിൽ പൾമനറി വാസ്കുലേച്ചറിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ, ആ ഒബ്സ്ട്രക്ഷനെയാണ് നമ്മൾ എംബോളി എന്ന് പറയുന്നത്. അപ്പോൾ എംബോളി ഉണ്ടെങ്കിൽ ഫർദർ ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതാണ് നമ്മൾ പെർഫ്യൂഷൻ സ്കാൻ. ഇമേജിംഗ് ടൈം ഈസ് 20 to 40 minutes. അപ്പോൾ നമ്മൾ ഇത് ഇൻജെക്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കുക, ടൈം എന്ന് പറഞ്ഞാൽ 20 to 40 minutes ആണ്, ഡ്യൂറിംഗ് വിച്ച് patient lies under the camera with a mask fitted over the nose and mouth. This is followed by ventilation component of the scan. So VQ സ്കാനിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്, പെർഫ്യൂഷൻ കമ്പോണന്റും വെന്റിലേഷൻ കമ്പോണന്റും. ആദ്യം നമ്മൾ ചെയ്യുന്നത് പെർഫ്യൂഷൻ കമ്പോണന്റ് ആണ്, അതിനകത്താണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ക്യാമറയുടെ അടിയിൽ പേഷ്യന്റ് കിടക്കും, ഇതിൽ നിന്ന് വരുന്ന റേഡിയേഷൻ അത് അബ്സോർബ് ചെയ്ത് സ്ക്രീനിൽ കാണിക്കും. പൾമനറി വാസ്കുലേച്ചറിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടോ, ലൈക്ക് പൾമനറി എംബോളി ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അടുത്തതാണ് വെന്റിലേഷൻ കമ്പോണന്റ്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, വെന്റിലേഷൻ എന്ന് പറയുന്ന എയർ മൂവ്മെന്റ് ആണ് അല്ലേ. സോ ഹിയർ ദ പേഷ്യന്റ് നീഡ്സ് ടു ബി ടേക്കിംഗ് ബ്രെത്ത്. അപ്പം നമ്മൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ദ പേഷ്യന്റ് ടേക്സ് എ ഡീപ് ബ്രെത്ത് ഓഫ് മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ഡിഫ്യൂസസ് ത്രൂ ഔട്ട് ദ ലങ്സ്. ഇവിടെ പേഷ്യന്റിന് നമ്മൾ ബ്രെത്ത് കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാ, ഓക്സിജന്റെ കൂടെ റേഡിയോ ആക്റ്റീവ് ഗ്യാസ് ആണ് കൊടുക്കുന്നത്. Scan is performed to detect ventilation abnormalities in patients who have regional difference in ventilation. അപ്പോൾ ഇവിടെ റേഡിയോ ആക്റ്റീവ് ഗ്യാസ് കൊടുക്കുന്നു ഓക്സിജന്റെ കൂടെ, അത് ലങ്സിൽ എത്രത്തോളം ഡിഫ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. It may be helpful in diagnosis of bronchitis, asthma, inflammatory fibrosis, pneumonia, emphysema and lung cancer. Ventilation without perfusion is seen in pulmonary emboli. അപ്പോൾ നമ്മൾ ഈ രണ്ട് കമ്പോണന്റ് ചെയ്തിട്ട് പേഷ്യന്റിൽ വെന്റിലേഷൻ പാർട്ട് ഓക്കെ ആണ്, പക്ഷെ പെർഫ്യൂഷൻ ഇല്ല, പെർഫ്യൂഷനിൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ there could be possibility of pulmonary emboli. ഇനി പൾമനറി എംബോളി ഒന്നും ഇല്ലെങ്കിൽ പെർഫ്യൂഷൻ പാർട്ട് ഓക്കെ ആയിരിക്കും, വെന്റിലേഷൻ അബ്നോർമാലിറ്റീസ് ആണെങ്കിൽ നമുക്കത് വെന്റിലേഷൻ സമയത്ത് ഇമ്പയർമെന്റ് കാണും. Now role of nurse in VQ scan. Each of the nuclear scans, nurse should educate the patient on what to expect. നമ്മൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത പേഷ്യന്റിന് വല്ല അറ്റാക്കൊക്കെ വരും. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഒരു കാനിൽ ഇടും, ഒരു ഇഞ്ചക്ഷൻ തരും, കുറച്ച് സമയം നിങ്ങൾ അനങ്ങാതെ കിടക്കേണ്ടി വരും, ഇടയ്ക്ക് നിങ്ങളുടെ ശ്വാസം എടുക്കാൻ പറയും, ആ സമയത്ത് ശ്വാസം എടുത്ത് പിടിക്കുക, ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അനുസരിക്കുക, ഞങ്ങൾ എല്ലാവരും അടുത്ത ഭാഗത്തുണ്ടാവും. ഇത്രയും കാര്യങ്ങളൊന്ന് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കാം. ഒരു IV ആക്സസ് വേണം, ഒരു ലാർജ് ബോർ കാനിൽ ഇടുക. Sometimes an enema is prescribed to decrease its uptake in GI tract. ഈ നമ്മൾ ഇട്ട റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് GI ട്രാക്റ്റിൽ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് നമ്മൾ പ്രീവിയസ് ഒരു എനിമ കൊടുത്തിരിക്കണം. A chest X-ray should be performed prior to VQ scan. Patient should be told that VQ require only a small amount of radioisotope, therefore radiation safety measures are not indicated. Normally, a patient may eat or drink prior to VQ scan. Multiple factors can hinder uptake of the radioactive substance, so nurse should instruct the patient to avoid caffeine, alcohol, tobacco for 24 hours prior to the scan. Abstain from food or fluids 4 hours prior to the scan. Accurate result depend upon empty bladder, so Foley's catheter is indicated. Nurse encourages fluid intake procedurally to facilitate elimination of the radioactive isotope through urine. അപ്പോൾ പോസ്റ്റ് പ്രൊസീജിയർ നന്നായി വെള്ളം കുടിക്കണം, എങ്കിലേ ഈ ഐസോട്ടോപ്പ് യൂറിനോട് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തോട്ട് പോകത്തുള്ളൂ. Foley's catheter ഇട്ടിരിക്കും.